ഈ കാണുന്നൊരു A4 സൈസ് ഫ്രെയിം എങ്ങനെ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ വാളിലോ ഫിക്സ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. നമ്മൾ തരുന്ന A4 ഫ്രെയിമിൻ്റെ കൂടെ ഇതേപോലൊരു സ്റ്റാൻഡും ഇതേപോലൊരു നാനോ ടേപ്പുമാണ് കിട്ടുന്നത്. ഇത് ഒരു നാനോ ടേപ്പാണ്. പലർക്കും ഇത് എന്താണെന്ന് ആദ്യം മനസ്സിലാവില്ല. ഇത് ഡബിൾ സൈഡ് ടേപ്പാണ്. ഒരു ഫ്രെയിമിന് 4 സ്റ്റിക്കറാണ് ഒരു സ്ട്രിപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡയറക്റ്റ് വാളിൽ ഒട്ടിച്ച് വെക്കുന്നവർക്ക് 4 പീസ് സ്റ്റിക്കർ ഫോട്ടോ ഫ്രെയിമിൻ്റെ 4 കോർണേഴ്സിൽ ഒട്ടിച്ചിട്ട് ഡയറക്റ്റ് വാളിൽ പ്ലേസ് ചെയ്യാം. അല്ലാതെ സ്റ്റാൻഡിൽ വെക്കാനാണെങ്കിൽ തന്നിരിക്കുന്ന സ്ട്രിപ്പിൽ നിന്ന് ഒരെണ്ണം മാത്രം ഇളക്കിയെടുത്ത് ഇതേപോലെ സ്റ്റാൻഡിൻ്റെ ഈ കാണുന്ന വൈറ്റ് ഏരിയയിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഇത് സ്റ്റാൻഡും അതിൻ്റെ കൂടെ തന്നെ ബാക്കിൽ ഹുക്കും വരുന്ന ടൈപ്പാണ്. ഈ കാണുന്ന ഹോൾ ഉപയോഗിച്ച് നമുക്ക് ഹാങ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒട്ടിച്ച നാനോ ടേപ്പിൻ്റെ മുകളിൽ ഒരു വൈറ്റ് കോട്ടിംഗ് ഉണ്ട്, ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ്. പെട്ടെന്ന് കാണാൻ പറ്റില്ല. നൈസായിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒട്ടുന്ന ഒരു പോർഷൻ നമുക്ക് കിട്ടും. ഇതായി കാണുന്നത് പോലെ നല്ല സ്റ്റിക്കി ആയിട്ടുള്ളൊരു പോർഷനാണത്. അത് നൈസായിട്ട് നമ്മുടെ ആക്രിലിക് ഫോട്ടോ ഫ്രെയിമിൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അവിടുത്തെയും ഒട്ടിപ്പൊന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോക്കേസിലോ ഒക്കെ ഇതേപോലെ നമുക്ക് പ്ലേസ് ചെയ്യാം.